ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 1975 ജൂൺ മാസത്തിലെ ഈ ദിവസമായിരുന്നു, അതായത് ജൂൺ മാസം 25-ാം തീയതിയായിരുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നിയമപരമായും ഭരണഘടനാപരമായും രാഷ്ട്രീയപരമായും തൻ്റെ അധികാരത്തിന് അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് മനസ്സിലായ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കാരണമായത്. അത് പിൽക്കാല ഇന്ത്യൻ ജനാധിപത്യത്തെ അപ്പാടെ സ്വാധീനിച്ച ഒരു ഇരുണ്ട കാലഘട്ടമായി, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട കാലഘട്ടമായി ചരിത്രം വിലയിരുത്തുകയാണ്. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ്, പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഫഖ്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അടിയന്തരാവസ്ഥയിൽ ഒപ്പിട്ടത്. 2025 നാം അടിയന്തരാവസ്ഥയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത്. അതിൻ്റെ 50-ാം വാർഷിക വേളയിലാണ് ദില്ലി ദാലി ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ 50 വർഷം കൊണ്ട് കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത വിധം ഇന്ത്യൻ രാഷ്ട്രീയം മാറിപ്പോയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു പുനർവിചാരണ അല്ലെങ്കിൽ ഒരു പുനരാലോചന ആവശ്യമുണ്ടോ എന്നാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് ആലോചിക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ, JP മൂവ്മെൻ്റ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അലഹബാദ് കോടതിയിൽ നിന്ന് വന്ന വിധി, അതിനുശേഷം അടിയന്തരാവസ്ഥക്കാലം, ഏതാണ്ട് 21 മാസക്കാലം നീണ്ടു നിന്ന അടിയന്തരാവസ്ഥക്കാലം, അതിനുശേഷമുള്ള പിൽക്കാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അടിയന്തരാവസ്ഥയും പിൽക്കാല ഇന്ത്യൻ ജനാധിപത്യവും ഒരു പുനരാലോചന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അതിഥിയായി ദില്ലി ദാലിയിലെത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിൻ്റെ ഒപ്പീനിയൻ എഡിറ്ററായിട്ടുള്ള അമൃത് ലാലാണ്. അമൃത് ലാൽ ഇതിനു മുൻപും ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ പല സന്ദർഭങ്ങളിലും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുവാൻ എത്തിയിട്ടുള്ളതാണ്. ഈ പോഡ്കാസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പതിവായി ഞാൻ എല്ലാ പോഡ്കാസ്റ്റിനും ആമുഖമായി പറയാറുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരാവസ്ഥയും പിൽക്കാല ഇന്ത്യൻ ജനാധിപത്യവും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം അമൃത് ലാൽ, ദില്ലി ദാലിയിലേക്ക് ഒരിക്കൽ കൂടി. സന്തോഷം ഗോപാലകൃഷ്ണൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ജനിച്ചവർക്ക് ഇപ്പോൾ 50 വയസ്സായി. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 55 വയസ്സായവർ മുതൽ ചെറുപ്പം ആയവർക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് നേരിട്ടുള്ള യാതൊരു അനുഭവങ്ങളും ഇല്ല. പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് വൃദ്ധർക്ക് വേണ്ടിയുള്ള ഒന്നാണോ? അല്ല എന്നാണെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രസക്തി ഇന്നത്തെ ദിവസം എന്താണ്? അനുഭവം എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് വിഷയം. കാരണം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൊന്നായിരുന്നു അടിയന്തരാവസ്ഥ. ഗാന്ധിജിയുടെ കൊലപാതകം, അല്ലെങ്കിൽ 62-ലെ ചൈന യുദ്ധം, ഇതൊക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അടിയന്തരാവസ്ഥ. ആ അർത്ഥത്തിൽ എന്നെപ്പോലെ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടുള്ള അനുഭവ പരിജ്ഞാനം തീരെയില്ല. കേട്ടറിവും വായിച്ചറിവുമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള ഈ രീതിയിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡായിട്ട് കാണേണ്ടതുമായിട്ടുള്ളൊരു സംഭവമാണ് അടിയന്തരാവസ്ഥയും അത് നിലനിന്ന് പോകുന്ന 21 മാസവും. മറ്റൊരർത്ഥത്തിൽ ഒരു 47-ൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഇന്ത്യ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഊർജത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയൽസിനെ സാക്ഷാത്കരിച്ചുകൊണ്ടുണ്ടായ ഒരു ഭരണഘടന, അതൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്തൊരു ഐഡിയലിസത്തിൻ്റെ കാലം ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്ന
ആ, ഒരു ഒരു റപ്ചർ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇന്ത്യ ചരിത്രത്തിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു സംഭവമായിരുന്നു ജൂൺ 25 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അതുവരെ പറഞ്ഞു ശീലിച്ച ഒരു ഇന്ത്യ അവസാനിക്കുകയാണ് ആ ദിവസം. വേറൊരു ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ആ അർത്ഥത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അമൃത് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ ആശയപരമായ ഒരു രാഷ്ട്രീയ ലോകം ഇല്ലാതാവുകയും വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കം വരികയും ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് സമാന്തരമായിട്ട് അടിയന്തരാവസ്ഥയുടെ ആം, അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇപ്പോൾ ജൂൺ 25 സംവിധാൻ ഹത്യ ദിവസ്, കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ ആയി ആചരിക്കുവാൻ ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. സത്യത്തിൽ രണ്ട് സംവിധാൻ ഹത്യകൾക്കിടയിൽ സാൻഡ്വിച്ച്ഡായി പോയ ഒരു 50 വർഷങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സംവിധാൻ ഹത്യ എന്ന് 1975 വിളിക്കണോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഭരണാധികാരി അധികാരം കയ്യിലെടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതി സൃഷ്ടിക്കുകയാണ്. പക്ഷെ അത് 21 മാസം നീണ്ടു നിന്നുള്ളൂ. 21 മാസത്തിനുള്ളിൽ അവർ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ജനം ആ 21 മാസക്കാലം അധികാര ദുർവിനിയോഗത്തിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ. ആ അർത്ഥത്തിൽ ഒരു സംവിധാന ഹത്യയല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരാണങ്ങളിലെ ആളുകൾ പുനർജനിക്കാറുള്ളൂ. അതെ. ഇല്ലാതാകുന്ന ഒരു സംഗതി വീണ്ടും ഉണ്ടായില്ലല്ലോ ആ സെൻസിൽ. അതെ. അപ്പൊ ആ അർത്ഥത്തിൽ സംവിധാന ഹത്യ എന്നൊക്കെ എന്ന് വിളിക്കുന്നതായിരിക്കില്ല ശരി അതിൻ്റെ. കാരണം നമ്മളിപ്പോൾ ഈ 75 ഒരു ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന അന്നത്തെ പോസ്റ്റ് കൊളോണിയൽ ഡെമോക്രസീസ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ രാഷ്ട്രങ്ങളിൽ ഒന്നും തന്നെ നമ്മളെ മാതിരിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല. പാകിസ്ഥാൻ്റെ ഒക്കെ കാര്യം ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ കാര്യം ആലോചിക്കുക, ശ്രീലങ്ക പോലും. നമുക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഏഷ്യയിൽ തന്നെയുള്ള മറ്റ് രാജ്യങ്ങൾ കടന്നുപോയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രക്രിയകളിൽ കൂടിയിട്ട്, ജനാധിപത്യം ഇല്ലാതാകുന്ന പ്രക്രിയകളിൽ കൂടിയിട്ട് നമ്മൾ അങ്ങനെ കടന്നുപോയിട്ടില്ല. അർത്ഥത്തിൽ ഒരു ബ്രീഫ് ഇന്റർലൂഡ് മാത്രമാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് ശരിവെക്കേണ്ടി വരും. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ മാത്രം സങ്കീർണമായിരുന്നു ഈ ജൂൺ 25 തൊട്ട് മുമ്പുള്ള ഒരു കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. അതായത് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധി മറികടക്കുവാൻ, അല്ലെങ്കിൽ ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ബഹുജന പ്രക്ഷോഭങ്ങളോ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമോ, അതിനെയൊക്കെ മറികടക്കുവാൻ ഇന്ദിരാഗാന്ധിക്ക് വേറെ ലളിത മാർഗങ്ങൾ ഇല്ലായിരുന്നോ? അല്ല, നമ്മൾ ഈ 1975 നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളത് ഇന്ദിരാഗാന്ധിയിലേക്കും ആ ഒരു പ്രത്യേക അലഹബാദ് ഹൈക്കോടതിയുടെ പിന്നെ ജഡ്ജ്മെന്റിലേക്കൊക്കെ ചുരുക്കി വായിക്കുന്നത്. വാസ്തവത്തിൽ 1947 തുടങ്ങിയ പ്രക്രിയ അവസാനിക്കുന്നത്, അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒരുപക്ഷെ 62 ചൈന യുദ്ധത്തോടെയാണ്. നമ്മുടെ ഒരു നിഷ്കളങ്കത ഇല്ലാതാകുകയാണ്. ഏതാണ്ട് നമുക്കൊരു ധാരണ കിട്ടുന്നു എന്ത് തരത്തിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നുള്ള ഒരു ധാരണ കിട്ടുന്നു. 64 ജവഹർലാൽ നെഹ്റു മരിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ആ 60 വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഡെക്കേഡാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ ദശാബ്ദം എന്ന് പറയുന്നത് 2 യുദ്ധങ്ങളുണ്ടാകുന്നു, 62 യുദ്ധം, 65 യുദ്ധം. ജവഹർലാൽ നെഹ്റുവിനെ പോലൊരു അതികായൻ്റെ വിയോഗം ഉണ്ടാകുന്നു. അതുണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കയോസ് ഇന്ത്യയിലുണ്ട്. അത് പൊളിറ്റിക്കൽ കയോസ് മാത്രമല്ല, വാസ്തവത്തിൽ വേറൊരു അർത്ഥത്തിൽ ഈ പറഞ്ഞ മാതിരിയിട്ട് പ്രതീക്ഷയില്ലാതാകുന്ന ഒരു ദശകമാണ്. ആ ദശകത്തിൽ തന്നെ നമ്മൾ 2 യുദ്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പിന്നെ വലിയ അളവിൽ 4 കൊല്ലത്തോളം ഡ്രൗട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലം എന്ത് വെച്ച് കഴിയുകയാണെങ്കിൽ, ഈ നമുക്ക് മറ്റു തരത്തിലുള്ള വെൽഫെയർ പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരുപാട് പണം നമുക്ക് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി 67 തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഡ്രൗട്ടിൻ്റെയും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചിട്ടുള്ള വലിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ആ പാർട്ടിക്കകത്ത് പിന്നെ ശിഥിലീകരണം ഉണ്ടാകുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശിഥികലുണ്ട്. മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ കയോസിന്റെ കാലമാണ് 1960s. ഉം. അതിനെ നമ്മൾ 71 വാർ കാരണം അതിന്റെ രൂക്ഷത നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70കളുടെ തുടക്ക ദശകങ്ങളിൽ നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ 73-74 പീരീഡിൽ ഗൾഫിലെ ഓയിൽ ഷോക്ക് വരുന്നു, ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ 71 ഒരു യുദ്ധം ജയിച്ച, 72 ദുർഗ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ വലിയ മൃഗീയ ഭൂരിപക്ഷവുമായി പാർലമെന്റിൽ ഇരിക്കെ തന്നെ അവർക്ക് നേരിടാൻ കഴിയാത്ത രീതിയിൽ പിന്നെ ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും അവരുടെ കയ്യിൽ നിൽക്കാത്ത തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി 71 സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റീസ് ഉണ്ടാക്കുന്നു. അതോടെ അവർ ഒരു അമേരിക്കൻ നേതൃത്വം കൊടുക്കുന്ന വെസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ഇടത് ക്യാമ്പിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മൾ ശീതയുദ്ധകാലമാണ്. അതെ. ആ രീതിയിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സപ്പോർട്ടോടെയാണ് അവർ ഭരിക്കുന്നത്. അത്തരത്തിൽ അവരൊരു ഇടതുപക്ഷക്കാരിയായി വലിയ 69 പല തീരുമാനങ്ങളും ഒക്കെ അങ്ങനെ ശരിവെക്കുന്നതാണല്ലോ. അവരുടെ ഒരു കോൺഗ്രസിന് പ്രകടമായ ഇടത്തേക്കുള്ള പോക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതേ പീരീഡിൽ തന്നെ നമുക്കറിയാം അത്തരത്തിൽ ഇടതുഭാഗത്തേക്ക് നീങ്ങിയിട്ടുള്ള പല ലോക നേതാക്കളും, സാൽവദോർ അയേന്ത, അതിനു മുമ്പ് പെട്രീസ് ലുമുമ്പ, നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അങ്ങനെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് നീങ്ങിയിട്ടുള്ള പല പോപ്പുലറായിട്ടുള്ള ഭരണാധികാരികളും CIA മറ്റുമൊക്കെ ഇടപെടലിൽ കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ അധികാരത്തിൽ ഒക്കെ ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്നത് അവരന്ന് ഫോറിൻ ഹാൻഡ് എന്ന് പറഞ്ഞത് എല്ലാവരും തമാശയായിട്ട് എടുത്തെങ്കിൽ അങ്ങനെ ഒരു അവരുടെ ആധികയോ ഭീതിയെയോ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സാഹചര്യം അന്ന് നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഈ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലും അതായത് ഈ ഒരു വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു. ആ വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പോലെയുള്ള കാര്യങ്ങളും കരിഞ്ചന്തയും ഒക്കെ വർദ്ധിക്കുന്നു. മറുവശത്ത് ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനം വളരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കയോസിനെ നേരിടാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവർ ചെയ്തത്. ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ആണ് പ്രധാനം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആകാശവാണിയിലൂടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഹിന്ദിയിൽ ചെയ്ത ഒരു ചെറിയ സന്ദേശമുണ്ട്. അത് ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ശ്രോതാക്കളൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है. इससे आतंकित होने का कोई कारण नहीं है. आप सभी गहरे और व्यापक षड्यंत्र से अवगत होंगे जो उस समय से रचा जा रहा है जब से मैंने भारत के जनसाधारण के लाभ के लिए कुछ प्रगतिशील उपाय करने शुरू किए. प्रजातंत्र के नाम पर प्रजातंत्र के काम को ही नकारने की कोशिश की जा रही है. विधिवत रूप से निर्वाचित सरकारों को कार्य नहीं करने दिया गया है और कुछ मामलों में वैध रूप से निर्वाचित विधानसभाओं को विघटित करने के उद्देश्य से सदस्यों को इस्तीफा देने के लिए बाध्य किया गया. आंदोलनों से वातावरण भर गया जिनसे हिंसात्मक वारदातें हुई. मेरे मंत्रिमंडल के साथी श्री LN मिश्र की अमानुषिक हत्या से सारे देश को धक्का लगा है. भारत के मुख्य न्यायाधीश पर कातिलाना हमले की भी हम घोर निंदा करते हैं. कुछ लोग तो हमारे सशस्त्र सैनिकों तथा पुलिस को विद्रोह करने के लिए उकसाने लगे हैं. हमारे सैनिक और पुलिस अनुशासित और देशभक्त हैं और वे उनकी झांसेबाजी में नहीं आएंगे. फिर भी इसकी गंभीरता को नज़रअंदाज नहीं किया जा सकता. विघटन तत्व पूर्ण रूप से सक्रिय है और सांप्रदायिक भावनाएं उभारी जा रही हैं जिससे हमारी एकता को खतरा है. मुझ पर सभी प्रकार के झूठे आरोप लगाए जा रहे हैं. भारतीय जनता मुझे बचपन से जानती है. मेरा सारा जीवन जनता की सेवा में बीता है. यह एक निजी मामला नहीं है. यह महत्वपूर्ण नहीं है कि मैं प्रधानमंत्री रहती हूँ या नहीं, लेकिन प्रधानमंत्री का पद महत्वपूर्ण है.
और उसे जानबूझकर बदनाम करने का राजनीतिक प्रयास न तो प्रजातंत्र के हित में न राष्ट्र के। बहुत दिनों से इन घटनाओं को हम अत्यधिक धैर्य से देखते रहे। अब हमें इनके नए कार्यक्रमों का पता चला है, जिनसे सारे देश में सामान्य कार्य में बाधा डालने के उद्देश्य से कानून और व्यवस्था को चुनौती दी गई है। क्या कोई भी सरकार जो सरकार है देश के स्थायित्व को कैसे खतरे में पड़ने दे सकती है? कुछ के कार्यों से अधिकांश लोगों के अधिकार खतरे में पड़ रहे हैं। कोई भी ऐसी स्थिति जिससे देश के भीतर निर्णायक रूप से कार्य करने की राष्ट्रीय सरकार की क्षमता कमजोर होती है, वह बाहरी खतरे को निश्चय ही प्रोत्साहन देगी। यह हमारा परम कर्तव्य है कि हम एकता और स्थायित्व की रक्षा करें। राष्ट्र की अखंडता के लिए कठोर कार्रवाई करना जरूरी है। आंतरिक स्थायित्व के खतरे से उत्पादन और आर्थिक उन्नति की संभावनाओं पर भी असर पड़ता है। पिछले कुछ महीनों में निश्चित कार्रवाई से हमें कीमतों के बढ़ने को रोकने में व्यापक रूप से सफलता मिली है। हम अर्थव्यवस्था को मजबूत करने तथा विभिन्न वर्गों, विशेष रूप से गरीब और असुरक्षित वर्गों तथा उन लोगों की जिनकी आय निर्धारित है, कठिनाइयों को दूर करने के और उपायों पर सक्रिय रूप से विचार कर रहे हैं। मैं शीघ्र इन उपायों की घोषणा करूंगी। मैं आपको ये विश्वास दिलाना चाहती हूँ कि इस नए आपातकाल की घोषणा से कानून प्रिय नागरिकों के अधिकारों पर किसी प्रकार से असर नहीं पड़ेगा। मुझे विश्वास है कि आंतरिक स्थिति में तेजी से सुधार होगा, जिससे हम जल्द से जल्द इस घोषणा को समाप्त कर सकेंगे। भारत के सभी हिस्सों तथा जनता के सभी वर्गों की सद्भावना संदेशों के लिए मैं अत्यंत आभारी हूँ। मैं आपसे आने वाले दिनों में आपके सतत सहयोग और विश्वास की अपील करती हूँ। 1973 ഗുജറാത്തിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് പടർന്നു പിടിച്ചത് 1974 അവിടുത്തെ ചിമൻഭായി പട്ടേൽ സർക്കാരിനെ ഇന്ദിരാഗാന്ധിക്ക് ഡിസ്മിസ് ചെയ്യേണ്ടി വന്നതും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നതും ബീഹാറിൽ ഗാന്ധിയൻ നേതാവ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വം അംഗീകരിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ വലിയ പ്രക്ഷോഭം, ജയപ്രകാശ് നാരായണന്റെ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ക്രാന്തി, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം, 1974 ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലുണ്ടായ വലിയ റെയിൽവേ പണിമുടക്ക്, ഇതിനു മുൻപ് അമൃത് സൂചിപ്പിച്ച തീവ്ര ഇടതുപക്ഷ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ച, അതുപോലെ തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ സോവിയറ്റ് ബ്ലോക്കിലേക്ക് ചാഞ്ഞു നിൽക്കുവാനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം, അല്ലെങ്കിൽ ആ ഇന്ദിരാഗാന്ധിയുടെ ട്രീറ്റിയെ അങ്ങനെ കാണുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തായാലും ഒരു ഫാസിസ്റ്റ് നടപടി ആയിരുന്നില്ലേ? അവർ രാജിവെച്ചു പോയിരുന്നെങ്കിൽ, അതായത് അലഹാബാദ് ഹൈക്കോടതി വിധിക്ക് ശേഷം അവർ രാജിവെച്ചു പോയിരുന്നെങ്കിൽ, വീണ്ടും ജനവിധി തേടിയിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥയിൽ നിന്നും ഈ രാജ്യം രക്ഷപ്പെടില്ലായിരുന്നോ? അതോ ഈ ആഗോള സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിൽ വളർന്നു വന്നിരുന്ന വലതുപക്ഷം അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വരുന്ന പ്രക്ഷോഭങ്ങൾ ഇവരുടെ അധികാരത്തിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നു, ഈ സോവിയറ്റ് യൂണിയൻ്റെയും എല്ലാം കൂടി പിന്തുണയോടുകൂടി ഒരു രാഷ്ട്രീയ പ്രക്രിയ തന്നെ ആയിരുന്നോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം? അതോ അധികാരത്തിൽ നിൽക്കാനുള്ള ഒരു ഏകാധിപതിയുടെ ശ്രമമായിരുന്നോ? അതോ രണ്ടും കൂടിയാണോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 75 ജൂൺ 12 വന്ന ഇലാഹാബാദ് ഹൈക്കോടതി വിധി, അത് വളരെ ശുഷ്കമായ ഒരു കേസിനെ മുൻനിർത്തി വന്നതാണ്. അതെ, വളരെ വളരെ നിസ്സാരമായ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വാഹനം, സർക്കാർ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചു, അങ്ങനെ ഇലക്ട്രൽ മാൽ പ്രാക്ടീസസ് എന്നുള്ള പേരിലാണ് അവരെ കൺവിക്ട് ചെയ്യുന്നത്. പക്ഷെ ആ കൺവിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഇലക്ഷനെ അസാധുവാക്കി, അവർക്ക് 6 കൊല്ലത്തോളം അവർ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഇത് വന്നു. അത് വളരെ വളരെ രൂക്ഷമായ ഒരു വിധിയാണ്. അവരുടെ കൺവിക്ഷന് ശേഷം
പനിഷ്മെന്റ് ആയിട്ട് അലഹാബാദ് ഹൈക്കോടതി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ വിചാരിച്ചിട്ടുണ്ടാവണം ഇത് ഒരു ഒരു ഹൈക്കോടതി വിധിയുടെ അപ്പുറത്ത് മറ്റ് ഗൂഢാലോചനകൾ ഇതിനകത്തുണ്ട്. തൻ്റെ സ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, പൊതുവിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അസ്ഥിരപ്പെടുത്തുന്നതാണെന്നൊക്കെയുള്ള അതിവായനകൾ അവർ നടത്തിയിട്ടുണ്ടാവും. അത് ശരിയോ തെറ്റോ അത് അവരുടെ ആ അടിയന്തരാവസ്ഥ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. അത്ര അത് അതിന്റെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോക സാഹചര്യവും ആഭ്യന്തര സാഹചര്യവും അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനെ ഒരു ജനാധിപത്യ വിശ്വാസിയായ ഭരണാധികാരി കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യം. അത് ആ ചോദ്യത്തിന് അങ്ങനെയല്ല ചെയ്തത്. രണ്ടാമത് അപ്പൊ ഈ അലഹാബാദ് ഹൈക്കോടതി വിധി ഗോപാലകൃഷ്ണൻ ചോദിച്ചല്ലോ അവരെന്തുകൊണ്ട് രാജിവെച്ചില്ലായിരുന്നു. അവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു ഒരു പക്ഷേ. പക്ഷെ ചിലപ്പോൾ അത് ജയിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ദേശവ്യാപകമായിട്ട് ഈ JP മൂവ്മെന്റ് ഒന്നും ശക്തമായിട്ടില്ലായിരുന്നല്ലോ 75-ല്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, JPയുടെ ആഹ്വാനങ്ങൾ പലതും, ഒന്ന് ഇവര് രാജിവെക്കണം, പുതിയ ഇലക്ഷൻ വേണം, പാർലമെന്റിൽ തെരഞ്ഞെടുത്ത ഒരു ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയോട് നമ്മളത് ആവശ്യപ്പെടുകയാണ് ഇതിന്റെ പേരിൽ. രണ്ടാമത്തത്, ഈ 24-ാം തീയതി ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സുപ്രീം കോടതിയിലെ വെക്കേഷൻ ബെഞ്ചിന്റെ ഹർജി വരുന്നു. ഭാഗികമായി മാത്രം അലഹാബാദ് ഹൈക്കോടതി നിരോധിച്ചുകൊണ്ട് ഇതേ സെപ്റ്റംബറിൽ ജസ്റ്റിസ് HR ഖന്ന ഉൾപ്പെടെയുള്ളവരുടെ സുപ്രീം കോടതി ബെഞ്ച് അലഹാബാദ് ഹൈക്കോടതിയെ മറികടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് പാർലമെന്റിൽ അവർക്ക് വോട്ടവകാശം ഇല്ലാതെ തുടരാമെന്ന് പറഞ്ഞു അല്ലേ? അതെ, അവര് അതായത് ഈ അവരുടെ ഇലക്ഷനെ തന്നെ നള്ളിഫൈ ചെയ്യുന്ന ഒരു സംഗതി ആയിരുന്നല്ലോ അലഹാബാദ് ഹൈക്കോടതിയുടെ. കൃഷ്ണയ്യരുടെ ഇടപെടൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം അതിനെ ഭാഗികമായിട്ട് പ്രതിരോധിച്ചു ആ വിധിയെ. അപ്പോൾ അതിന്റെ ഓപ്പറേഷനെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പൊ അത്തരത്തിലൊരു കലങ്ങി മറിഞ്ഞിട്ടുള്ള ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കരുതിയിട്ടുണ്ടാവണം ഇത് ഈ കേസ് തന്നെ നിലനിൽക്കാനായിട്ടുള്ള സംഗതിയില്ല, ഒരു പ്രത്യേക ജഡ്ജി ചെയ്തതാണ് എന്നുള്ള ഒരു പക്ഷേ പൊളിറ്റിക്കൽ മൊറാലിറ്റി അനുസരിച്ച് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും നൈതികമായ വഴി ഒരുപക്ഷെ സ്വയം രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നു. അവരുടെ പാർട്ടിയല്ല, അവർക്കത് ചെയ്യാമായിരുന്നു ഒരുപക്ഷെ. അതായിരുന്നതിന് കുറെ കൂടി ശരിയായ അല്ലെങ്കിൽ നൈതികമായ വഴി. പക്ഷെ നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നതിനകത്ത് ഇവരുടെ ഈ വലിയ സെൻസർഷിപ്പ് നമുക്കിപ്പോഴുള്ള ആളുകൾക്ക് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള സെൻസർഷിപ്പ് ഇന്ത്യയിൽ നിലനിൽക്കും. അപ്രഖ്യാപിതമായിട്ട് ഒരു തരം സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാനന്ന് സ്കൂളിൻ്റെ അവസാന സമയമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 9-ലും 10-ലും എങ്കിൽ പോലും എനിക്കറിയാം പത്രങ്ങളുടെ മേലിലുണ്ടായിരുന്ന വലിയ സെൻസർഷിപ്പ്, അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാർ മുഴുവൻ ജയിലിലായിരിക്കുന്ന ഒരു സമയം. ഇത് ഈ സോവിയറ്റ് പിന്തുണ അടിയന്തരാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നല്ലോ. ബ്രഷ്നേവ് അതിനെ സപ്പോർട്ട് ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ 21 മാസം നിലനിന്ന ഒരു സോവിയറ്റ് പരീക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, സോവിയറ്റ് യൂണിയനിൽ എന്തും കാണിക്കാം, കാരണം അതൊരു ഏകകക്ഷി ഭരണമുള്ളൊരു വ്യവസ്ഥയാണ്. ജനാധിപത്യം അവിടെ നിലവിലില്ല. അത്തരം ഒരു സ്ഥലത്ത് കാണിക്കാവുന്നതൊക്കെ ഇവിടെ കാണിക്കാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ നിലപാട് എന്താണെന്നുള്ളത് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം CPIയെ കൂടെ നിർത്താൻ സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് അവരെ സോവിയറ്റ് ബ്ലോക്കിന്റെ അംഗീകാരം എന്ന് പറയുന്നത് ഒരു ലിബറൽ ജനാധിപത്യവാദിയും ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ ഒരു പിന്മുറക്കാരി എന്ന് അവകാശപ്പെടുന്നതുമായ ഇന്ദിരാഗാന്ധിക്ക് അത് മതിയാകില്ലല്ലോ. ജനാധിപത്യ സമൂഹങ്ങളിൽ അവർക്ക് വലിയ കളങ്കം ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്നത് വെറും ഒരു ലീഗൽ സബ്വേർഷൻ എന്നതിനപ്പുറത്ത് പ്രാവർത്തികമായപ്പോൾ നമ്മൾ കണ്ടത് സിവിൽ ലിബർട്ടീസ് മുഴുവൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. റൈറ്റ് ടു ലൈഫ് ഉൾപ്പെടെ ADM ജബൽപൂരിന്റെ കേസിൽ വരുന്ന അതാണല്ലോ. റൈറ്റ് ടു ലൈഫ് വരെ സർക്കാർ സുപ്രീം കോടതിയിൽ പറയുകയാണ് അത് നിലവിലില്ല, അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെന്ന് പറയുകയാണ്. അത്തരത്തിൽ ഒരു ഈ പറഞ്ഞ പോലത്തെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയന്റെ കോണ്ടെക്സ്റ്റിൽ ഇതൊന്നും വലിയ പ്രസക്തമല്ല. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ചട്ടക്കൂടല്ല അവിടെ നിലനിന്നിരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 മുതൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ
നമ്മുടെ ചരിത്രം ലെഗസി ആയാലും ശരി, 47-ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, നമ്മൾ ഇന്ത്യ വിഭാവന ചെയ്ത ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥയ്ക്കുള്ള സ്കോപ്പില്ല. അതവർ തിരിച്ചറിയുന്നത് വളരെ താമസമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പലരും പറയുന്നത് പല തിയറികളുണ്ട് അതിനെക്കുറിച്ചിട്ട്. ജിദ്ദു കൃഷ്ണമൂർത്തി ഉപദേശിച്ചാണെന്നും അല്ല ഇൻ്റലിജൻസ് ബ്യൂറോക്കാർ കൊടുത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത മൂലമാണെന്നും ഒക്കെ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെയായാലും 21 മാസത്തിന് ശേഷം അവർ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജയപ്രകാശ് നാരായൺ ഇന്ത്യൻ കരസേനയോട് അല്ലെങ്കിൽ പട്ടാളത്തിനോട് തെറ്റായിട്ടുള്ള സർക്കാരുകളുടെ തെറ്റായിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞതിനെയൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ അമൃത് എങ്ങനെയാണ് കാണുന്നത്? അത് വലിയ കുഴപ്പം പിടിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ കമാൻഡ് സിസ്റ്റത്തിനകത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് ഏറ്റവും മുകളിലുള്ളത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രവർത്തിക്കമാകാൻ. രണ്ടാമത്തെ കാര്യം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ പരാജയങ്ങൾക്കുള്ള പരിഹാരം പട്ടാളത്തിലോ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിലോ മെത്തേഡിലോ മീൻസിലോ ഒന്നും തേടുക എന്നത് അനുശാസ്യമായ ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജയപ്രകാശ് നാരായണന്റെ JPയുടെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൂടിയാണ് അത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ പോലും വിശ്വസിച്ചിരുന്ന ഒരാളല്ലല്ലോ. പാർട്ടി ഡെമോക്രസിയെ കുറിച്ച് അഡ്വക്കേറ്റ് ചെയ്തിരുന്ന ആളാണ്. ടോട്ടൽ റെവല്യൂഷൻ എന്ന ഒരു വളരെ കാൽപ്പനികമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു ആക്ഷൻ പ്രോഗ്രാം പറയുന്ന ഒരാളായിരുന്നില്ല JPയുടെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അതല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾക്കും അത്തരത്തിലുള്ള ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയുടെ സ്ഥാപനങ്ങൾക്ക് പുറത്ത് ഒരു പബ്ലിക് ആക്ഷൻ, അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ഒരു ജനാധിപത്യത്തിനകത്ത് അനുവദനീയമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അപ്പം അതുകൊണ്ടും കൂടി ആയിരിക്കണം ഈ ഒരു വ്യക്തി അവരുടെ കോൺഷ്യൻസ് അനുസരിച്ച് വേണം തനിക്ക് കിട്ടുന്ന ഉത്തരവുകളോട് പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ജയപ്രകാശ് മൂവ്മെന്റിൽ ജയപ്രകാശ് നാരായണന്റെ സർവോദയ ഗാന്ധിയൻ ദർശനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. RSSനെ അല്ലെങ്കിൽ RSSന്റെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സാധൂകരിക്കുന്ന എന്തെങ്കിലും അംശം JP മൂവ്മെന്റിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമൃത് എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു പുഷ് ബാക്കിൽ പങ്കെടുത്തവരാണ് RSSകാർ. ഇതിൽ രണ്ട് കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധി നിരോധിച്ച 3 സംഘടനകളിലെ പ്രധാനപ്പെട്ട 3 സംഘടനകളിൽ ഒരെണ്ണം RSSകാരാണ്. നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആളുകളുടെ പ്രതിരോധം കൂടിയായിരുന്നു അത്. സോഷ്യലിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ മറ്റ് സർവോദയ പ്രവർത്തകരുടെയോ ഒക്കെ തരത്തിലുള്ള ഒരു മോറൽ പൊളിറ്റിക്സിന്റെ ഭാഗമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരോധം, അവരെ നിരോധിച്ച ഒരു ഭരണാധികാരിയോടുള്ള എതിർപ്പ് കൂടിയായിരുന്നു അവർ. മറ്റ് RSSന്റെ രാഷ്ട്രീയത്തിനോട് യാതൊരു രീതിയിലും യോജിക്കാത്ത നമ്മളിപ്പോൾ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ രാഷ്ട്രീയം എന്തും ആയിക്കൊള്ളട്ടെ, അവരുടെ പ്രസംഗങ്ങളിലെ ഒരു പ്രത്യേകത, അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തകളും മറ്റുമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത്, അവരൊരിടത്തും JPയെ കുറ്റപ്പെടുത്തുന്നില്ല. JPയെ RSSകാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് RSSന്റെ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കാണാതെ JP തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. JP മൂവ്മെന്റിനകത്ത് അന്ന് കമ്മ്യൂണലിസം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയും RSSും ഒക്കെ പങ്കുചേർന്നിട്ടുണ്ട്. അതെ, കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് JP RSSന് ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇപ്പോൾ ഇന്ത്യയിലും ഒരു വലിയ അളവിൽ കേരളത്തിലും നടക്കുന്ന ചർച്ചകളിൽ ഈ അടിയന്തരാവസ്ഥക്കെതിരെ ഉണ്ടായ
അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ ജനമുന്നേറ്റമാണ് RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ലെജിറ്റിമസി ഉണ്ടാക്കി. അതായത് 1947 ഗാന്ധി അസാസിനേഷന് ശേഷം ഈ കയ്യിൽ നിന്ന് മാറാത്ത ചോരപ്പാടുകളുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് നിഷ്ക്രമിച്ച ഈ തീവ്ര ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വരുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ അവരുടെ JPയോട് ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. പക്ഷേ ജെ പിയുടെ ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു ജനാധിപത്യ വിരുദ്ധ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പോലെയുള്ള ഇതിനെ എതിർക്കാനുള്ള ഒരു വലിയൊരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിൽ കൈകോർത്തു എന്നുള്ളതല്ലാതെ ഈ തീവ്ര ഹിന്ദുത്വയെ JP ലെജിറ്റിമൈസ് ചെയ്തെന്നോ അതുകൊണ്ടാണ് ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വത്തിനൊരു സ്പേസ് ഉണ്ടായതെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് അതിനെ എതിർക്കേണ്ടതായിരുന്നു രാഷ്ട്രീയ ആവശ്യം. അന്ന് RSSനെ മാറ്റി നിർത്തി അതിൻ്റെ അകത്ത് വേറൊരു തരത്തിലുള്ള സംശുദ്ധമായ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയവും RSS ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റും കൊണ്ട് മാത്രമേ ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് എതിർത്ത് നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നല്ലോ ഇന്ത്യൻ സാഹചര്യം, അല്ലേ? എനിക്ക് 3 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ റിട്രോസ്പെക്റ്റീവായിട്ട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ഒരുപാട് അപകടം അതിനകത്തുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ 75-ലെ സാഹചര്യം ഏത് പൊളിറ്റിക്കൽ ആക്ഷനെയും അതിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ തന്നെ, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ കാണണമല്ലോ. 1975-ലെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന RSSോ ഇന്ന് കാണുന്ന BJPയോ ഒന്നും അല്ലല്ലോ അന്നുണ്ടായിരുന്ന സംഘപരിവാർ. ആ അർത്ഥത്തിൽ അന്ന് അവരെക്കാൾ വളരെ കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഇടതുപക്ഷത്തിനും, അതായത് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഉൾപ്പെടുന്നവർ കണ്ടിരുന്ന അവരിവരെ കണ്ടിരുന്ന വേറൊരു രീതിയിലാണ്. ആന്റി കോൺഗ്രസിസം ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിന്റെ അന്തർധാര, അഥവാ മുഖ്യധാര. ആ ധാരയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് അവർ എല്ലാവരുമായിട്ടും സഹകരിക്കുന്നത്. JPയെ പോലെ ഒരാളുടെ പിന്നൊരു തോന്നല് തൻ്റെ പ്രഭാവത്തിന്റെ കീഴിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് താൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ള രീതിയിലൊരു ധൈഷണിക ശക്തി അദ്ദേഹത്തിനുണ്ടെന്ന് സ്വയം കരുതിയിരുന്നു അദ്ദേഹം. അതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് റിട്രോസ്പെക്റ്റീവായിട്ട് നമ്മൾ ഈ സംഗതിയുടെ അത് ഉചിതമായോ അനുചിതമാണോ എന്നൊക്കെയുള്ള ഒരു അളവ് നടത്താൻ ഞാൻ തയ്യാറല്ല. കാരണം നമുക്ക് ആ സന്ദർഭത്തിൽ ജീവിക്കുകയും ആ സന്ദർഭത്തിൽ അത് നേരിടേണ്ടി വരികയും ചെയ്ത ആളുകളോട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അല്ല അത്. രണ്ടാമത്തത്, ഈ RSS എന്ന് പറയുന്നത് മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയം. അതിന് സ്വാതന്ത്ര്യ സമര കാലം മുതലൊരു ധാരയുണ്ട്. ഹിന്ദു മഹാസഭയുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതീയ ജനസംഘം വരുന്നുണ്ട്. നമ്മൾ 1962-ലെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 1962-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 സീറ്റ് ലോക്സഭയിൽ ഭാരതീയ ജനസംഘം ജയിക്കുന്നുണ്ട്. അവർക്ക് 6.5% വോട്ടുണ്ട്. 67-ൽ അവരുടെ വോട്ടെന്ന് പറയുന്നത് 9% കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ്. 35 സീറ്റ് ഉണ്ട് അവർക്ക് ലോക്സഭയിൽ 1967-ൽ. 1971 ആയപ്പോഴത്തേക്കും സീറ്റ് കുറഞ്ഞു, പക്ഷേ 22 സീറ്റ് ഉണ്ട്. എന്നാലും 8% വോട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്ന രീതിയിൽ വടക്കേ ഇന്ത്യയിൽ ഇവർ ശക്തമാണ്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഈ RSSും മറ്റുമൊക്കെ ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരുന്നുവെന്നും പിൽക്കാലത്ത് വരുന്നതാണെന്നും ഒക്കെ തോന്നുന്നത്. പക്ഷെ അവർക്ക് എല്ലാ കാലത്തും ഉത്തരേന്ത്യയിലെ പോസ്റ്റ് പാർട്ടീഷൻ രാഷ്ട്രീയത്തിൽ അവർക്കൊരു ഇടമുണ്ടായിരുന്നു. അത് ഒരു നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളെയും ലോഹിയെയും ഒക്കെ പോലെയുള്ള വലിയ നേതാക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ആശയപരമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് 77-ലും അവർക്ക് ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 1980-ൽ BJP ഉണ്ടായി കഴിഞ്ഞിട്ട് ഉള്ള 2 ഇലക്ഷനിൽ അവരുടെ സ്വാധീനം അങ്ങനെ വർദ്ധിക്കുന്നില്ലല്ലോ. 84-ലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2 സീറ്റല്ലേ കിട്ടുന്നുള്ളൂ. അതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരുന്നു. അതിനുശേഷം വർഷങ്ങളോളം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നു പോന്നിട്ടുള്ള ഒരു ധാരയാണ് ഹിന്ദു വർഗീയതയുടെ ധാര. ആ ഹിന്ദു വർഗീയതയുടെ ധാരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് സവർക്കറുടെ ഹിന്ദുത്വ രാഷ്ട്രീയം. അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒന്നാണ് RSSന്റെ രാഷ്ട്രീയം. 1980-കളുടെ ഒടുക്കം 86-ലാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് BJP രാമജന്മഭൂമി ഈ രാമക്ഷേത്ര പരിപാടികളിലേക്ക് കയറുന്നത്. അതോടെ ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന RSSന്റെ
രാഷ്ട്രീയ പാർട്ടിയായി വന്ന് പൊന്തി വന്ന BJP ഒരു സവർക്കറേറ്റ് സംഘടനയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ 90 കാണുന്നത്. വാസ്തവത്തിൽ ഈ സവർക്കറും ടെ സംഘടനയും RSSും എല്ലാ കാലത്തും അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരല്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 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 ഒത്തുചേരൽ 1990കളിലെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ നടക്കുന്നുണ്ട്. അതിൽ കൂടിയിട്ടാണ് ഇവർ ഇത്രയും വലിയ സംഘടനാപരമായിട്ടുള്ള സ്വാധീനം നേടുന്നതും ആശയപരമായിട്ടുള്ള ആധിപത്യം നേരിടുന്നതുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി JP മൂവ്മെൻ്റ് അല്ല, അത് രാമക്ഷേത്ര സംഗതിയാണ്. പിന്നെ രാമജന്മഭൂമി പ്രസ്ഥാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഈ സ്വാധീനവും ഇത്തരത്തിലുള്ള ഒരു വർഗീയതയ്ക്ക് ഹിന്ദു വർഗീയതയ്ക്ക് ഇത്രയധികം വേരോട്ടം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയത്തിലൊക്കെ ഇത്രയും വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കുകയും, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ജനതാ പാർട്ടി ഛിന്ന ഭിന്നമാവുകയും അതിനുശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയും അതിനുശേഷം വർഷങ്ങളോളം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷമാണെങ്കിലും വർഷങ്ങളോളം ഇന്ത്യയിൽ കോൺഗ്രസ്സോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണികളോ അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തതിന് ശേഷം രാമജന്മഭൂമി എന്ന മൂവ്മെൻ്റാണ് സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ വലിയ വളർച്ചയ്ക്ക് കാരണമായെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയേക്കാൾ കൂടുതൽ അതിനുശേഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ നയങ്ങളോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടതിലുള്ള അവരുടെ പരാജയമോ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ശക്തി പ്രാപിക്കലിന് കാരണം. അല്ലാതെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായിരുന്ന JP മൂവ്മെൻറ്റോ ആയിരിക്കണമെന്നില്ല ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം. ഈ RSSന് അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയെ പ്രതിരോധിക്കുക എന്നത് കോൺഗ്രസിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. പൊതുവിൽ ഇന്ത്യയിലെ സെക്കുലർ രാഷ്ട്രീയത്തിന് അതിൻ്റെ ഏറ്റവും വലിയ ധാര ഏതാണ്ട് ഒരു 90കൾ വരെ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടും. പക്ഷെ അതിൻ്റെ പരാജയം എന്ന് തന്നെ നമ്മൾ കാണണം. ഈ അടിയന്തരാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രതിരോധവും അതിനുശേഷമുണ്ടായ 77ലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ വളരെ കാൽപ്പനികവൽക്കരിച്ച് കാണാറുണ്ടെന്നാണ് എനിക്ക് പിന്നീട് നമ്മൾ അതിനുശേഷമുള്ള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. ഒരുപക്ഷെ ഈ നസ്ബന്ദി, ഈ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നു 77 എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം രണ്ടാമത്തത്, നമ്മൾ തൊട്ട് മുമ്പ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ 2 സോളിഡ് വോട്ട് ബാങ്ക് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളും ദളിതരുമാണ്. ഈ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം മുസ്ലിങ്ങളെ വലിയ അളവിൽ അവരാണ്, പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൻ്റെ ടാർഗറ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുള്ള സമുദായം, ന്യൂനപക്ഷ സമുദായം എന്നുള്ള അർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അതിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ് ഹൈ ഹാൻഡഡ്നെസ് നേരിടേണ്ടി വന്നത്. ഒന്ന്. രണ്ടാമത്തെ കാരണം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ അന്നത്തെ വടക്കേ ഇന്ത്യയിലെ ദളിതരുടെ ഏറ്റവും വലിയ അനിഷേധ്യ നേതാവായിട്ടുള്ള ജഗജീവൻ റാം കോൺഗ്രസ് വിട്ടു പോവുകയാണ്. അദ്ദേഹം പ്രത്യേക പാർട്ടി ഉണ്ടാക്കുന്നു, ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നു. ഈ 2 വലിയ വോട്ട് ബ്ലോക്കുകൾ കോൺഗ്രസിൽ നിന്ന് പോയി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓൾറെഡി ഒരു പെസൻ കമ്മ്യൂണിറ്റി, ജാട്ട് പോലെയുള്ള പെസൻ ജാതികളും OBC കമ്മ്യൂണിറ്റികളും ഒക്കെ തന്നെ 1960കൾ മുതൽക്ക് ലോഹിയയുടെ സ്വാധീനമൊക്കെ കാലം വേറൊരു രാഷ്ട്രീയത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഭാരതീയ ലോക്ദളിൻ്റെ അടിസ്ഥാനം അവരാണല്ലോ, പെസൻസും OBCകളുമാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു വലിയ OBC ഏലിയനേഷൻ ഓൾറെഡി കോൺഗ്രസിൽ ഉണ്ടായിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അവർക്കൊപ്പം മുസ്ലിങ്ങളും ദളിതരും കൂടെ പോയി കഴിയുകയാണെങ്കിൽ ഉണ്ടായ ഒരു വോട്ട് ബാങ്കിലെ ശോഷണമാണ് അർത്ഥത്തിൽ നമ്മൾ പ്യോർ എന്താ പറയണത്, ഒരു കണക്കുകളിൽ കൂടിയിട്ട് ഇത് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക. ഒരു ലാർജർ സെൻസിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ആൻറ്റി സർക്കാർ, ആൻറ്റി കോൺഗ്രസ് സെൻറ്റിമെൻറ്റ് 1977 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ജയപ്രകാശ് നാരായണനെ പോലൊരു വലിയ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റൊരാളെ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനത്തെ ഒരു മോറൽ വ്യക്തിത്വത്തിൻ്റെ ഒരു നേതൃത്വവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും, അദ്ദേഹത്തെ പോലെ ഒരാളെ ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ വടക്കേ ഇന്ത്യയിൽ വലിയ വലിയ ഫാക്ടേഴ്സ് ആയിരുന്നു. എന്നിരിക്കൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു ടെമ്പററി ആയിട്ട് സംഭവിച്ച ഒരു മുസ്ലിം ദളിത് ഏലിയനേഷനാണ് 1977 പരാജയത്തിന് ഒരു വലിയ കാരണമാകുന്നത്. അല്ലാണ്ട് വടക്കേ ഇന്ത്യയിലെ ജനസമൂഹം ജനാധിപത്യം തിരിച്ചറിഞ്ഞതാണ് ഇത്രയും ഫ്യൂഡലായിട്ടുള്ള
ഇത്രയും ജാതീയമായിട്ടുള്ള ഒരു സമുദായത്തിനകത്ത് ജനാധിപത്യ ബോധം, സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ. കാരണം അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും നമ്മൾ അങ്ങനെയല്ല അത് കാണുന്നത് ഇപ്പോൾ പോലും. ഇനി എൻ്റെ ഈ ചർച്ച അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറയൂ. 77 തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ തെക്കേ ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന കാര്യവും, പിന്നെ കേരളം അടക്കം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് പലതും തെക്കേ ഇന്ത്യയിൽ, നമ്മൾ വടക്കേ ഇന്ത്യയിൽ കണ്ട രീതിയിലൊന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. അത് തന്നെ, അത് വലിയ ഫാക്ടർ ആയിരുന്നു. വലിയ ഫാക്ടർ. അല്ല, എൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ചർച്ചയുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം 2025 നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ 21 മാസത്തെ അടിയന്തരാവസ്ഥക്കാലം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ എടുത്താൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മുഴുവൻ എടുത്താൽ, അതിനേക്കാൾ എത്രയോ ഭീതിജനകമായ ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും എല്ലാം ഭീഷണിയായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ, ആ ഭരണ സംവിധാനം ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ഒറ്റ കളങ്കത്തിൻ്റെ പേരിൽ അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് അവർ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അടിയന്തരാവസ്ഥ എന്നത് ഒരു ലീഗൽ സബ്വേർഷൻ ആയിരുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ. അതെ. അതിനൊരു ആശയപരമായിട്ടുള്ള ഒരു ഒരു കൈത്താങ് ഉണ്ടായിരുന്നില്ല. ഒരിടത്തും ഇന്ദിരാഗാന്ധി പോലും അന്ന് പോലും അതിനെ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ അടിയന്തരാവസ്ഥയ്ക്ക് കോൺഗ്രസ് നൽകിയിട്ടില്ല. കോൺഗ്രസ് എന്നല്ല, ആരും നൽകിയിട്ടില്ല. അപ്പം ഈ ഐഡിയോളജിക്കൽ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടല്ല ഈ ലീഗൽ സബ്വേർഷൻ നടന്നതുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് 21 മാസത്തിന് ശേഷം തിരിച്ച് നോർമൽ ിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നതും. പിന്നെ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടല്ലോ, സിവിൽ ലിബർട്ടീസിനെ കുറിച്ചിട്ടുള്ള. പൗരാവകാശം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്നത് അടിയന്തരാവസ്ഥയുടെ അനുഭവം കൊണ്ടാണ്. അത്തരം കാര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് അടിയന്തരാവസ്ഥ ചെയ്ത അത്തരം വലിയ സിവിൽ ലിബർട്ടീസിനെ കുറിച്ചൊക്കെയുള്ള ഏറ്റവും വലിയ സമൂഹം, പിന്നെ ഇന്ത്യൻ പൗരസമൂഹം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ചെറിയ കാലത്തേക്കെങ്കിലും ഉയർന്നു വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. യാതൊരു സംശയമില്ല. അതിനെ തടയിടാനായിട്ട് പിന്നീട് അധികാരത്തിൽ വന്ന കോൺഗ്രസ്സുകാർ ആ അർത്ഥത്തിൽ ശ്രമിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന മാറ്റങ്ങളുടെ പുറകിൽ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പുഷുണ്ട്. അതുകൊണ്ടാണ് അത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഇറിവേഴ്സിബിൾ ആകുന്ന രീതിയിലുള്ള മാറാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ടുന്നത്. അത് സിവിൽ ലിബർട്ടീസിന്റെ കാര്യത്തിലായാലും ശരി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ കാര്യത്തിലായാലും ശരി, സെക്യുലറിസത്തിന്റെ കാര്യത്തിലായാലും ശരി, ഈ നമ്മൾക്ക് ഒരുപാട് ഭയം തോന്നുന്നതിന്റെ കാരണം ഈ അത് 77-ലെ 75-ലെ പോലെ നമ്മൾ വായിച്ചിടത്തോളം മനസ്സിലാക്കിയിടത്തോളമുള്ള 75-ലെ പോലെയുള്ള ഒരു ലീഗൽ സബ്വേർഷൻ മാത്രമല്ല ഇപ്പോഴത്തേത്. ഇപ്പോഴത്തെ മാറ്റങ്ങളുടെ പുറകിൽ ഒരു വലിയ ആശയ പരിസരം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പരിസരമുണ്ട്. ഒരു വലിയ കാഡർ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട്. പൊതുവിലുള്ള ദേശീയ സാഹചര്യവും അന്താരാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റിനെ അനുകൂലിക്കുന്നതാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ദില്ലിദാലിയുടെ എല്ലാ ലിസണേഴ്സിൻ്റെയും പേരിൽ ഐ ആം താങ്കിങ് യു ഫോർ യുവർ quality time for Dilli Dali. Thank you, Gopal. Thank you.